ഒരു സൈഡ് വ്യൂയിലുള്ള കണ്ണ് വരയ്ക്കാൻ പഠിക്കാം. ആദ്യം ഞാൻ ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സൈഡ് ഭാഗത്ത് ഒരു C ഷേപ്പ് കൊടുത്ത് ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്തെടുത്തു. കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നത്. വളരെ പ്യുവർ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കൺസ്ട്രക്ഷൻ മെത്തേഡ്. ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്ക്. ഇങ്ങനെ എനിക്കതിൻ്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളൊന്നും മാറിപ്പോകാതെ ഔട്ട്ലൈൻ വരക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലെയർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ഷെയ്ഡിങ് ആരംഭിക്കാനായിട്ട്. ഇനി കണ്ണിൻ്റെ ഐറിസിൻ്റെ പോർഷൻ നമുക്കൊന്ന് ഷെയ്ഡ് കൊടുക്കാം. അതിൽ കണ്ണിൻ്റെ ആ ഒരു പ്യൂപ്പിൾ, ആ ഒരു പോയിന്റ് നമുക്ക് ഡാർക്കായിട്ട് 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ആ ഒരു ഏരിയ നല്ലപോലെ നോട്ട് ചെയ്തിട്ട് അതിന് വേണ്ട അളവിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. ഞാൻ ഓരോ ലെയറും ചെയ്യുമ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ നോട്ട് ചെയ്ത് എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഷെയ്ഡ് കൊടുക്കുക. ഇനി ആ കണ്ണിൻ്റെ ഒരു കട്ടിങ് ഞാൻ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നല്ലൊരു ലുക്കും ആ ഒരു ഫീൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മളുടെ കണ്ണിൻ്റെ 60% അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണിൻ്റെ ഐലാഷും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഐലാഷ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഐലാഷിൻ്റെ ആ ഒരു ചായ്വ് ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സ്പീഡിൽ ലൈൻ ആയിട്ട് നമ്മൾ വെറുതെ ലൈൻ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ചായ്വ്, അതിൻ്റെ ഡയറക്ഷനൊക്കെ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. ഇങ്ങനെ വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രകാശം അടിക്കുന്ന ഭാഗം ഞാൻ ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചെടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ കുറച്ചുകൂടെ ഞാൻ ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 4B പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ സൈഡ് വ്യൂയിലുള്ള കണ്ണ് വരച്ചെടുക്കാവുന്നതാണ്. സോ ഹാപ്പി ലേണിംഗ്. ബൈ.